ഹലോ ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു ബാങ്കിങ് മാസ്റ്റർ. അപ്പം ഒക്ടോബർ 4-നാണ് IBPS ക്ലർക്കിൻ്റെ എക്സാം. എല്ലാവരും പ്രിപ്പറേഷനിലായിരിക്കും, ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒക്ടോബർ 4-നാണ് എൻ്റെ എക്സാം വന്നിട്ടുള്ളത്. നാളെയാണ് ഒക്ടോബർ 4. അപ്പോൾ എൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ആഫ്റ്റർനൂൺ ആണ്. 1 PM റിപ്പോർട്ടിംഗ് ആണ്. 2 PM ടു 3 PM ആണ് എൻ്റെ എക്സാം വന്നിട്ടുള്ളത്. അപ്പോൾ 1 PM ആണ് റിപ്പോർട്ടിംഗ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഷിഫ്റ്റും കാര്യങ്ങളും എപ്പോഴാണ്, ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് എനിക്ക് വേറെ ഡേറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒക്ടോബർ 4 ഞാൻ വേറെ ഡേറ്റ് എപ്പോഴാണ് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ എക്സാം എപ്പോഴാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക, ഏത് ഷിഫ്റ്റ് ആണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങളെന്ന് എനിക്കറിയാം. അപ്പോൾ ലാസ്റ്റായിട്ട് നിങ്ങളുടെ അറിവിലേക്ക് ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫുകൾ എത്രയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ എത്രയാണ് ഡിഫിക്കൽട്ടി ലെവൽ എത്രയാണ്, അല്ലെങ്കിൽ കട്ട് ഓഫുകളും കാര്യങ്ങളൊക്കെ എത്രയാണ് സേഫ് അറ്റംപ്റ്റ്സ്, എങ്ങനെയൊക്കെയാണ് ഓരോ സെക്ഷൻ വൈസ് അറ്റംപ്റ്റ്സ് എത്ര കൊടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ബാങ്കിങ് മാസ്റ്റർ. അപ്പോൾ നമ്മുടെ ജനറൽ കാറ്റഗറി കട്ട് ഓഫുകളാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കേരള റീജിയനിലുള്ള ആസ്പിറൻസ് മാത്രമല്ല എൻ്റെ വീഡിയോ കാണുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. UPയിലുള്ള കുട്ടികളൊക്കെ ഓരോ കാര്യങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൻ്റെ താഴെ, SBI ക്ലർക്കിൻ്റെ കട്ട് ഓഫിൻ്റെ താഴെയൊക്കെ. അപ്പോൾ അവർക്കും കൂടി അറിവിലേക്ക്, അവർക്ക് മലയാളം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഇത് എഴുതുന്നത് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. സോ അവരുടെ കട്ട് ഓഫുകൾ കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേരള റീജിയനിലുള്ള കട്ട് ഓഫ് പറയാം. കേരള റീജിയനിൽ പൊതുവെ അത്യാവശ്യം നല്ല കട്ട് ഓഫാണ് IBPS ക്ലർക്കിനായാലും പ്രിലിംസിനായാലും SBI ക്ലർക്കിനായാലും ഉണ്ടാവുക. കാരണം അത് പൊതുവെ അങ്ങനെയാണ്. കേരള റീജിയൻ, തമിഴ്നാട്, ഡൽഹി, UP ഒക്കെ ഉള്ള പോലെ സ്ഥലങ്ങളിൽ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ്സ് ആണ് ഈ റീജിയനിൽ വരാറുള്ളത്. സോ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം കേരളത്തിൽ വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 81 ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ സേഫ് ഒരു റേഞ്ച് എന്ന് പറയുന്നത് 78 to 80 കട്ട് ഓഫാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. 81 ആണെന്ന് തോന്നുന്നു 2024 ജനറൽ കാറ്റഗറി കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ അവിടെ കണ്ടു. അപ്പം 78 to 80 ആണ് കട്ട് ഓഫ് ഇപ്രാവശ്യം എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഈ റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് തമിഴ്നാടുവിൽ വന്നിട്ടുള്ളത് 75 to 77 ആണ് കട്ട് ഓഫ് വരാം. ആൻഡ് ഡൽഹിയിൽ വരുന്നത് 77 to 79 വരെ വരും. UPയിൽ 76 to 78 ഒക്കെയാണ് UPയിൽ കട്ട് ഓഫ്സ് വരാം. ഇത് പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സ് ആണ്. ഇപ്രാവശ്യത്തെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആയിട്ട് ഞാൻ പറയുന്നില്ല. അത് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എത്ര വരും, ഷിഫ്റ്റിൻ്റെ ഡിഫിക്കൽട്ടീസ് ഒക്കെ നോക്കിയിട്ട് മാത്രം നമുക്ക് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് പറയാൻ വേണ്ടി പറ്റൂ. സോ ഇത് പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സ് ആണ് എന്നുള്ളത് എപ്പോഴും ഓർമ്മ വയ്ക്കുക. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2-3 വർഷത്തെ കട്ട് ഓഫ് റേഞ്ചാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കേരളയിൽ വന്നിട്ടുള്ളത് 78 to 80 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു 80 എന്തായാലും വരും. 80ക്ക് താഴെയുള്ള കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം ഫോർ OBC കാറ്റഗറി ഓൾസോ. ജനറൽ കാറ്റഗറി കൂടാൻ പറയാൻ പറ്റില്ല. 81 കഴിഞ്ഞ വർഷം വന്നുകൊണ്ട് എന്തായാലും ഒരു 80 റേഞ്ചിൽ മാത്രമേ വരൂ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് OBC കാറ്റഗറിക്കാണെങ്കിൽ ഒരു 2 to 4 മാർക്സ് ബിലോ ആയിരിക്കും. ജനറൽ കാറ്റഗറീനെ വെച്ച് നോക്കുമ്പോൾ ഒരു 2 to 4 മാർക്സ് ബിലോ ആയിരിക്കും വരാമെന്ന് വെച്ചാൽ ഒരു എത്ര വരാം, 75 to 80 എന്നുള്ള റേഞ്ചിലേക്ക് വരാം, അല്ലെങ്കിൽ 70 എന്നുള്ള ഒരു റേഞ്ചിൽ വരാം. 70 to 75 മറ്റും വരാം. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പെക്റ്റഡ് കട്ട് ഓഫിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് കട്ട് ഓഫിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നമുക്ക് സേഫ് അറ്റംപ്റ്റ്സിലേക്ക് പോവാം. എത്ര അറ്റംപ്റ്റ്സ് കൊടുക്കേണ്ടി വരും ഇങ്ങനെ ഈ ഒരു കട്ട് ഓഫ് റേഞ്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? ഈ രീതിയിലാണ് കട്ട് ഓഫ് വരുന്നതെങ്കിൽ എത്ര അറ്റംപ്റ്റ്സ് സേഫ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമുക്കൊന്നുകൂടി നോക്കാം. സോ അറ്റംപ്റ്റ്സ് വരുന്നത് 75 to 80 കട്ട് ഓഫ്സ് നമുക്ക് പറയാം. 75 to 80 അറ്റംപ്റ്റ്സ് നമുക്ക് പറയാം. അറ്റംപ്റ്റ്സ് ആണ് പറയുന്നത്. 75 to 80 അറ്റംപ്റ്റ്സ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും വിത്ത് 100% ആക്യുറസി എന്ന് പറയാം. അതായത് ഏറ്റവും നല്ല ആക്യുറസിയോട് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു 95% ആക്യുറസിയിൽ 75 to 80 അറ്റംപ്റ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഇൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം മുമ്പത്തെ വർഷത്തെ കട്ട് ഓഫുകൾ വെച്ച് നോക്കുമ്പം ഈ ഒരു റേഞ്ചിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു അറ്റംപ്റ്റ് ഇത് ആക്യുറസിയിൽ കൊടുക്കാൻ വേണ്ടി പറ്റണം. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് സെക്ഷൻ വൈസ് അറ്റംപ്റ്റ്സ് നോക്കാം. ഞാൻ നോക്കി വെച്ചത് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ സെക്ഷൻ വൈസ് അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് 20 to 24 അറ്റംപ്റ്റ്സ് കൊടുക്കാം. സേഫ് അറ്റംപ്റ്റ് ആണ്.
20 to 24 അറ്റംപ്റ്റ്സ് സേഫ് അറ്റംപ്റ്റ്സ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിൽ എറർ ഫില്ലേഴ്സ് ഉണ്ട്, ക്ലോസ് ടെസ്റ്റ് ഉണ്ട്, പാരാജമ്പിൾസ് ഉണ്ട്. ലാസ്റ്റ് നമുക്ക് RC നോക്കാം. സോ എറർ സ്പോട്ടിങ് ഞാൻ നോക്കുന്നത്, എനിക്ക് എറർ സ്പോട്ടിങ് അത്രയും പെട്ടെന്ന് എനിക്ക് തെറ്റ് വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് എറർ സ്പോട്ടിങ്. സോ എറർ സ്പോട്ടിങ് ഞാൻ ലാസ്റ്റ് മാത്രമേ അറ്റംപ്റ്റ് ചെയ്യൂ. ലാസ്റ്റ് അല്ല, ഒരു പ്രാവശ്യം വായിച്ച് നോക്കും. അപ്പം കിട്ടുന്നതാണെങ്കിൽ ഇപ്പം നോട്ട് ഓൺലി ബട്ട് ഓൾസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളെങ്കിൽ, മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, പ്ലൂറലിൻ്റെ കേസിൽ വാസ് വേറെ അങ്ങനെയുള്ള മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. പക്ഷേ അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ടെൻത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയുമ്പം എനിക്ക് തെറ്റാറുണ്ട്. സോ എറർ സ്പോട്ടിങ് ഞാൻ RCക്ക് മുന്നേ, അതായത് ലാസ്റ്റ് ഒരു പ്രാവശ്യം വായിച്ചു നോക്കി പിന്നെ ലാസ്റ്റാണ് ഞാൻ ചെയ്യാറ്. അതെനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഫില്ലേഴ്സും ക്ലോസ് ടെസ്റ്റും പാരാജമ്പിൾസുമാണ് പിന്നെയും കുറച്ച് എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. RC സ്മോൾ RC ആണെങ്കിൽ, ചെറിയ RC ആണ്, അതേപോലെ വായിച്ചാൽ മനസ്സിലാവുന്ന RCകളാണെങ്കിൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സിനോണിം ആൻറ്റോണിം ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് RC ഏകദേശം അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ ഗസ് വർക്കിന് പോകരുത്, അധികം വായിച്ച് സമയം കളയരുത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് RCയിൽ പെട്ടെന്ന് ആ ഒരു കീവേഡ് കാണുന്നുണ്ടെങ്കിൽ അതിന് റിലേറ്റ് ആയിട്ടാണ് ആൻസർ, ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ എനിക്ക് RC അത്ര കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. മനസ്സിലാവാത്ത RC ആണെങ്കിലും അതിൽ നിന്നൊരു 9 ക്വസ്റ്റ്യൻ്റെ RC ആണെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യനെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കാം. ബാക്കി എന്തെങ്കിലും ഇൻകറക്റ്റ് ഏതാണ്, കറക്റ്റ് ഏതാണ്, ഇൻഫേർഡ് ഫ്രം പാസേജ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാത്തതായിരിക്കും ബുദ്ധി എന്ന് പറയുന്നത്. കാരണം ഇൻഫേർഡ് ഒക്കെ ചിലപ്പം തെറ്റിപ്പോവാം. നമ്മൾ വായിച്ച് ആ RC നമ്മൾ മനസ്സിലാക്കിയ രീതിയിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഡയറക്റ്റ് ഒന്നും അല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഓപ്ഷൻ തന്നിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ 1 and 2 ഈസ് കറക്റ്റ്, 2 and 3 ഈസ് കറക്റ്റ്, ഓൾ ആർ കറക്റ്റ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അത് നമ്മൾ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും ശരിയായിട്ടുള്ള കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ക്വാണ്ട് ആയിരിക്കും അടുത്ത സെക്ഷൻ വരാം. ഇതിപ്പോൾ സെക്ഷൻ എങ്ങനെയാണെന്നറിയില്ല. ഇംഗ്ലീഷ് ക്വാണ്ട് റീസണിങ് ആയിരിക്കും പൊതുവെ ഉണ്ടാവാറെന്ന് തോന്നുന്നു. ഇനി റീസണിങ് ഫസ്റ്റ് വരുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. POക്ക് എനിക്ക് തോന്നുന്നു റീസണിങ് ആണെന്ന് തോന്നുന്നു ആദ്യം വന്നത്. നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. റീസണിങ് ആണ് POക്ക് ആദ്യം വന്നിട്ടുള്ളത്. IBPS POക്ക് റീസണിങ് ആയിരുന്നല്ലോ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുമോ എന്നറിയില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് ക്വാണ്ടിലാണെങ്കിൽ സേഫ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 24 to 27 ആണ് സേഫ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും, സിംപ്ലിഫിക്കേഷൻ ഓർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു 10 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. സിംപ്ലിഫിക്കേഷൻ അത് ആ ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് 10 മാർക്ക് കിട്ടും. അതൊരു എത്ര നമുക്ക് പെട്ടെന്ന് ഏറ്റവും സ്പീഡിൽ ചെയ്യാൻ വേണ്ടി നോക്കാം. അധികം സമയം എടുക്കാണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 5 മിനിറ്റോ ഏറിപ്പോയാൽ 5 മിനിറ്റ്, അതിൻ്റെ അപ്പുറം എടുക്കാൻ പാടില്ല. ആ ഒരു ഇതിൽ 10 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കാം. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വരാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ നമുക്ക് റൂൾസ് അറിയാലോ. ആ റൂൾസ് വെച്ചിട്ട് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അർത്ഥമെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ. 1 to 2 DI സെറ്റുകൾ ഉണ്ടാവും. 1 to 2 DI സെറ്റ്സുകൾ ഉണ്ടാവും. അതും അതിലൊരു DI എങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ DI ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകരുത്, ലാസ്റ്റ് DI അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. DIയിൽ നമുക്ക് കുറേ സമയം പോകും. അതുകൊണ്ടാണ് എളുപ്പത്തിൽ കിട്ടുന്ന DI ആണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾ ശീലിച്ച് വന്ന രീതിയാണെങ്കിൽ മാത്രം നിങ്ങൾ DI നിങ്ങളുടെ സൗകര്യത്തിന് അറ്റംപ്റ്റ് ചെയ്യുക. അല്ലാത്തവർ ലാസ്റ്റ് തന്നെ DI അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം ഒരു 24 to 27 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ക്വാണ്ടിൽ ശ്രമിക്കുക. ആൻഡ് റീസണിങ് എന്ന് പറയുന്നത്, റീസണിങ്ങിൽ പൊതുവെ നമുക്ക് ഒരു 30 എബോ അറ്റംപ്റ്റ്സ് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ 27 to 30 സേഫ് അറ്റംപ്റ്റ്സ് പറയുന്നു. ഓക്കെ, നമുക്ക് അത്യാവശ്യം അറ്റംപ്റ്റ്സ് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇപ്പം ഞാൻ നന്നായിട്ട് റീസണിങ് ചെയ്യും എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ എക്സാമിൻ്റെ സ്ഥലത്തെത്തുമ്പം ആ ഒരു ഒന്നാമത് ഇംഗ്ലീഷും ക്വാണ്ടും കഴിഞ്ഞിട്ടാണ് റീസണിങ്ങിൻ്റെ സെക്ഷൻ വരുന്നതെങ്കിൽ ചെയ്യാൻ വേണ്ടി ഭയങ്കര എന്താ പറയുക, ആ ഒരു ടെൻഷനിൽ അയ്യോ കഴിഞ്ഞില്ലേ, സമയം കഴിഞ്ഞില്ലേ എന്നുള്ളൊരു ടെൻഷനിൽ റീസണിങ് കൊണ്ടുപോയി കൊളാക്കാറുണ്ട്. പക്ഷേ അത്യാവശ്യം റീസണിങ് വീട്ടിൽ നിന്നൊക്കെ ചെയ്യുമ്പോൾ, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ റീസണിങ് എബോ 30 മാർക്കും 35 out of 35 ഒക്കെ കിട്ടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എക്സാം സെൻറ്ററിൽ പോയി എക്സാം എഴുതുമ്പോൾ, ആക്ച്വൽ എക്സാം കൊടുക്കുന്ന സമയത്ത് റീസണിങ് അത്രയും എനിക്ക് ഇതുവരെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈവൻ SBI ക്ലർക്കിൽ പോലും എനിക്ക് SBI ക്ലർക്കിൽ ഞാൻ 31 അറ്റംപ്റ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. SBI ക്ലർക്കിൽ 31 അറ്റംപ്റ്റ്സ് ആണ് കൊടുത്തത്. അതിൽ തന്നെ ഒരു ബസ്സിൽ ഞാൻ ഫ്ലോർ ബേസ്ഡ് ബസ്സിലൊക്കെ എനിക്ക് ഞാൻ ലാസ്റ്റാണ് ചെയ്യുക. ഫ്ലോർ ബേസ്ഡ് ബസ്സിലും
പാരലൽ ലൈൻസ് പസിലും ഞാൻ ലാസ്റ്റാണ് ചെയ്യുക. കാരണം അതെനിക്ക് കുറച്ചും കൂടി ടൈം കൺസ്യൂം ആയിട്ടുള്ള കാര്യമാണ്. ആ 2 പസിൽസ് വന്നു കഴിഞ്ഞാൽ ഞാനത് ചെയ്യാൻ പോവാറില്ല. ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പസിൽസ് ഞാൻ ചെയ്യുക. ചെയ്താൽ കിട്ടും, പക്ഷെ ചെയ്താൽ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമയം കൂടുതൽ പോകുന്നൊരു സാധനമാണ് ആ 2 പസിൽസും, ഫ്ലോർ ബേസ്ഡ് പസിൽസും ആൻഡ് പാരലൽ ലൈൻസ് പസിൽ ഉണ്ടല്ലോ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ, അതാണ് എനിക്ക് സമയം പോകുന്ന കാര്യം. അപ്പോൾ അത് രണ്ടും വന്നു കഴിഞ്ഞാൽ എൻ്റെ റീസണിങ്ങിൻ്റെ അറ്റംപ്റ്റ്സ് കുറയാറുണ്ട്, പൊതുവെ 25 എത്തും. അപ്പോൾ അത് വരരുതേ എന്നാണ് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും പസിൽസ് അങ്ങനെ ടഫ് ഉണ്ടോ എന്നുള്ളതൊന്ന് അറിയിക്കുക. എന്നെപ്പോലെ തന്നെയാണോ എന്ന് അറിയിക്കുക. അതേപോലെ റീസണിങ്ങിൽ ഏറ്റവും എളുപ്പമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, ഞാൻ റീസണിങ് പൊതുവെ ഓർഡറിൽ തന്നെയാണ് ചെയ്യുക. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ്, അങ്ങനെ തന്നെയാണ് ചെയ്യുക. അത് ഫസ്റ്റ് പസിലാണെങ്കിൽ ഞാനത് അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്. ഞാനങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം, എനിക്ക് അങ്ങനെ ഒരു സമയം കിട്ടാറില്ല. ഇപ്പം എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സിലോജിസം ചെയ്യുക, പിന്നെ ഇനീക്വാളിറ്റീസ് ചെയ്യുക, പിന്നെ ഡയറക്ഷൻ ടെസ്റ്റ് ചെയ്യുക, പിന്നെ ബ്ലഡ് റിലേഷൻ ചെയ്യുക, ലാസ്റ്റ് പസിൽ ചെയ്യുക. ഈ ഒരു ഓർഡറാണ് എല്ലാവരും ഫോളോ ചെയ്യാൻ വേണ്ടി പറയാറ്. പക്ഷെ ഞാൻ ഫസ്റ്റ് മുതലേ എനിക്ക് ഈ ഒരു പാറ്റേൺ, ഈ സിലോജിസം എവിടെയാണെന്ന് തപ്പുമ്പോൾ ചിലപ്പോൾ സിലോജിസം ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ സിലോജിസം തപ്പുമ്പോഴത്തേക്ക് അവിടെ 1 മിനിറ്റ് അവിടെ പോകും. അപ്പം റീസണിങ്ങിൽ ആ ഒരു ടൈം എനിക്ക് ആ 1 മിനിറ്റ് എനിക്ക് അത്രയും വാല്യുബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ 1 മിനിറ്റ് കളയാനുള്ള. ക്വാണ്ട് ആണെങ്കിൽ പ്രശ്നമില്ല. ക്വാണ്ട് ഇപ്പം എല്ലാ ക്വസ്റ്റ്യനും ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല, കാരണം എനിക്ക് പൈപ്പ് ആൻഡ് സിസ്റ്റം അറിയില്ല. പിന്നെ ടൈം ആൻഡ് ബോട്ട് ഞാൻ ചെയ്യാറില്ല. എനിക്കത് ആ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പാർട്ട്ണർഷിപ്പ് ആയാലും എളുപ്പമുള്ള പാർട്ട്ണർഷിപ്പ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ കേസ്ലെറ്റ് ഞാൻ ചെയ്യാറില്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് പോവാം. പക്ഷേ റീസണിങ് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ അറിയുന്നത് കൊണ്ട് ഇങ്ങനെ തപ്പി പോകുമ്പോഴത്തേക്കും നമുക്ക് സമയം 1 മിനിറ്റോ 2 മിനിറ്റോ അവിടെ പോകും. അപ്പോൾ അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റീസണിങ് അങ്ങനെ ചെയ്യാറില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് തന്നെയാണ് ചെയ്യുക. അതിൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്ലോർ ബേസ്ഡ് ഒക്കെ വന്നു കഴിഞ്ഞാലാണ് നേരെ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. 5 ക്വസ്റ്റ്യൻ അതായിരിക്കും, അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. അല്ലെങ്കിൽ പാരലൈൻസിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നേരെ സ്കിപ്പ് ചെയ്ത് പോകും. അങ്ങനെയുള്ള ആ 2 പസിൽസ് മാത്രമേ ഞാൻ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് അറ്റംപ്റ്റിലേക്ക് വെക്കാറുള്ളൂ. മാർക്ക് പ്രോ റിവ്യൂ അടിച്ച് വെക്കാറുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കണ്ടിന്യൂസ് ആയിട്ടും ചെയ്യാം. അപ്പം നിങ്ങൾ ഇതുവരെ ഒരു പാറ്റേണും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് ശീലിച്ച കാര്യങ്ങൾ തന്നെ നിങ്ങൾ നാളെ എക്സാമിന് അറ്റൻഡ് ചെയ്യുക. നീ മാറ്റാൻ നിൽക്കരുത്, ഒരിക്കലും മാറ്റാൻ നിൽക്കരുത്. നിങ്ങൾ എന്താണോ ശീലിച്ചത് അത് അവിടെ പോയി ചെയ്യുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല, ഒരു ശീലവും ഇല്ല, നിങ്ങൾ തോന്നിയ പോലെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു പാറ്റേൺ ഇതാക്കുക. ഞാൻ ഏത് പാറ്റേൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സിലോജിസം ചെയ്യുക. സിലോജിസം അറിയാമല്ലോ, അതിൻ്റെ റൂള് പഠിച്ച് വെക്കുക. എനിക്ക് SBI ക്ലർക്കിന് ചോദിച്ചൊരു അറ്റ്ലീസ്റ്റ് സം എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അറ്റ്ലീസ്റ്റ് സമ്മും സം നോട്ടും അങ്ങനെ എന്തോ, അതായത് കോംപ്ലിമെൻ്ററി പെയറാണ് വരിക. അപ്പോൾ അത് എയ്തർ ആണോ വരിക നെയ്തർ ആണോ വരിക എന്നുള്ളത് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് കൺഫ്യൂഷൻ വന്നത്, അത് അറ്റ്ലീസ്റ്റ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ കൺഫ്യൂഷൻ വന്നത്. അറ്റ്ലീസ്റ്റ് വരുമ്പോൾ ഇതിന് തെറ്റുമോ? ശരിക്കും അറ്റ്ലീസ്റ്റ് ഇല്ലെങ്കിൽ അത് എയ്തർ ഓർ ക്വസ്റ്റ്യൻ ആണ്, ആൻസർ ആണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് എനിക്ക് കൺഫ്യൂഷൻ വന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള റൂൾസൊക്കെ പഠിച്ചിട്ട് പോവുക എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും ഞാൻ നോക്കിയിട്ടില്ല, ഇനി നോക്കണം. സിലോജിസം, അപ്പോൾ ഫസ്റ്റ് സിലോജിസം നോക്കുക ചെയ്യുന്നവരുണ്ടെങ്കിൽ, സിലോജിസം. പിന്നെ ഇനീക്വാളിറ്റീസ് നോക്കുക, ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. പിന്നെ ഇനീക്വാളിറ്റീസ് നോക്കുക. പിന്നെ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ഡയറക്ഷൻ നോക്കുക. ബ്ലഡ് റിലേഷൻ ഒരിക്കൽ ചെയ്ത് നോക്കുക. ബ്ലഡ് റിലേഷൻ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ വിടാം. കാരണം ബ്ലഡ് റിലേഷൻ ചില സമയത്ത് കൺഫ്യൂസിങ് ആണ്. എവിടെ ആരെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു 2 തരത്തിൽ നമുക്ക് പസിൽസ് കിട്ടും. ഈ രണ്ടും യോജിപ്പിക്കേണ്ട സമയം വരുമ്പോൾ നമുക്ക് എവിടെ ആളെ കൊടുക്കണം എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. എനിക്ക് IBPS PO SBI POക്ക് ആ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. സോ ബ്ലഡ് റിലേഷൻ ഒരിക്കൽ വായിച്ച് നോക്കി ഒരിക്കൽ ആ പസിൽ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കിട്ടുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അതിൽ കുറേ നേരം നിൽക്കരുത്. ബ്ലഡ് റിലേഷൻ ചിലപ്പോൾ കുറേ നേരം നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരിക്കൽ ചെയ്ത് ഒരിക്കൽ വായിച്ചു നോക്കാം. തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒക്കെ ഡീകോഡ് ചെയ്ത് വെക്കുക. വെച്ചിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അത് അറ്റൻഡ് ചെയ്യുക. ആ 1 സെക്കൻഡിൽ നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ഈസി പസിലിലേക്ക് പോവുക നിങ്ങൾ. ഓക്കെ, ഞാൻ ചിലപ്പോൾ ചെയ്യുന്നത് ഈസി പസിൽ ആദ്യം ചെയ്യാം. അതായത് ഓർഡറിൽ എന്താണ്, ചിലപ്പോൾ എനിക്ക് സിലോജിസം ഫസ്റ്റ് വന്നിട്ടുണ്ടാവാം, അപ്പോൾ ഞാൻ ആ ഓർഡറിൽ ചെയ്യും. നിങ്ങൾ ഒരു ഓർഡറും നിങ്ങൾക്ക് അറിയില്ല, എങ്ങനെ ചെയ്യണം എന്നറിയില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓർഡർ ചെയ്ത് നോക്കാം. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എപ്പോഴാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാമെന്ന് അറിയില്ല. അപ്പം ഇന്ന് തന്നെ ഇടും. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു മോക്ക് ടെസ്റ്റ് കൂടി ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, പക്ഷേ നിങ്ങൾ നിർബന്ധമല്ല, നിങ്ങൾ എന്താണോ പ്രാക്ടീസ് ചെയ്തത് അത് തന്നെ ചെയ്യാതെ, അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ വേണം, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പം അതൊക്കെ. ഇനി നമുക്കൊരു ഓവറോൾ സേഫ് അറ്റംപ്റ്റ് നോക്കാം. ഓവറോൾ സേഫ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്
നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞു കേരള റീജിയനിലാണെങ്കിൽ കട്ട് ഓഫ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു റേഞ്ച് വെച്ചിട്ട് തന്നെ നോക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ ജനറൽ കാറ്റഗറി ആണ് നിങ്ങളെങ്കിൽ 75 to 80+ അറ്റംപ്റ്റ്സ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി നോക്കുക. ആൻഡ് OBC ആണ് നിങ്ങളെങ്കിൽ 72 to 77+ അറ്റംപ്റ്റ്സ് കൊടുക്കാൻ വേണ്ടി നോക്കുക. ആൻഡ് SC/ST കാറ്റഗറി ആണെങ്കിൽ 65 to 70+ കാറ്റഗറി അറ്റംപ്റ്റ്സ് കൊടുക്കാൻ വേണ്ടി നോക്കുക. സേഫ് അറ്റംപ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. കാരണം ജനറൽ കാറ്റഗറി 80+ അറ്റംപ്റ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ നിങ്ങൾക്ക് എന്താ ചെയ്യാം, നിങ്ങൾക്ക് കുറച്ച് വിശ്വസിക്കാം, ഓക്കെ. പക്ഷേ ഇതിനൊക്കെ പുറമെ ഇത്രയും അറ്റംപ്റ്റ്സ് കൊടുത്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ 90 to 95% ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നോർമലൈസേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഇത്രയും ആക്യുറസി ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് കൂടാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും അറ്റംപ്റ്റ്സ് കൊടുക്കുക ആൻഡ് മെയിൻറ്റെയിൻ ദിസ് ആക്യുറസി. നിങ്ങൾ 82 അറ്റംപ്റ്റ്സ് കൊടുത്തിട്ട് അതിൽ 10 തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്താവില്ല, നിങ്ങൾ കട്ട് ഓഫിൻ്റെ പുറത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതെപ്പോഴും ആലോചിക്കുക. ഇപ്പം ഞാൻ IBPS POൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ആക്യുറസി ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ അറ്റംപ്റ്റ്സ്. ആക്യുറസി ഉണ്ടെങ്കിൽ മാത്രമേ അറ്റംപ്റ്റ്സിന് അവിടെ പ്രാധാന്യമില്ല. നിങ്ങൾ എത്ര അറ്റംപ്റ്റ് കൊടുത്തു എന്നോ, നിങ്ങൾക്ക് 100 അറ്റംപ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാം അല്ലേ, നിങ്ങൾക്ക് 100 അറ്റംപ്റ്റ് ചെയ്യാം, എന്താ കുഴപ്പം. പക്ഷേ നിങ്ങൾക്ക് 100 അറ്റംപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ചിലപ്പോൾ 40 30 മറ്റോ ആയിരിക്കും. കാരണം അത്രയും നെഗറ്റീവ് വരും. അപ്പോൾ ആക്യുറസി ഇല്ലാണ്ട് 100 അറ്റംപ്റ്റ് കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഉറപ്പെന്ന് തോന്നുന്ന 90% എബോ ഉറപ്പെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം അറ്റംപ്റ്റ് ചെയ്യുക. അതിൽ തന്നെ അതിപ്പോൾ 1 2 നിങ്ങൾ കറക്കി കുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതും ഇംഗ്ലീഷിലായിരിക്കണം. ഇംഗ്ലീഷിൽ നിങ്ങളിപ്പോൾ 1 2 കറക്കി കുത്തിയോണ്ട് വലിയ കുഴപ്പമൊന്നും വരില്ല. കാരണം 90 ഈ ഒരു ആക്യുറസിൻ്റെ അകത്ത് വരും. പക്ഷെ നിങ്ങൾ എല്ലാത്തിലും ഒരു 4-5 കറക്കി കുത്താം. അതായത് ഇംഗ്ലീഷിലൊരു 4 ക്വാണ്ടിലൊരു 4 റീസണിങ്ങിലൊരു 4 കറക്കി കുത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 നെഗറ്റീവ് വരും. അപ്പോൾ എത്ര മാർക്ക് പോകും? 4 ക്വസ്റ്റ്യൻ തെറ്റി 1 മാർക്ക് പോകും. അപ്പോൾ 12 കൂടെ 3 മാർക്കാണ് നിങ്ങൾക്ക് അവിടെ പോവുക. കിട്ടിയതിൽ നിന്ന് 3 മാർക്കാണ് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ 3 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ 0.5 ആയിരിക്കും നിങ്ങൾ കട്ട് ഓഫിൽ നിന്ന് പുറത്തേക്ക് പോവുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാണ്ടിരിക്കുക. നിങ്ങൾ ഈ ഒരു റേഞ്ചിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇതൊന്നും നിങ്ങൾ ഇപ്പം റീസണിങ്ങിൽ നിങ്ങൾക്ക് 27 അറ്റംപ്റ്റ് പോലും കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല എന്ന് വിചാരിക്കാം. ഡോണ്ട് വെറി, അതിൽ നിങ്ങൾക്ക് ഇതില്ല. നിങ്ങൾ ഇത് മനസ്സിൽ വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇത് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനൊരു മുൻധാരണ വെച്ച് ഞാൻ ഇത്രയും അറ്റംപ്റ്റ് കൊടുക്കും എന്നുള്ളൊരു മുൻധാരണ വെച്ച് പോവുകയൊന്നും വേണ്ട. നിങ്ങൾ കൊടുക്കുമ്പം നിങ്ങൾക്കിപ്പോൾ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കൊടുക്കുക. ഈ ഒരു അറ്റംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പാസ്സാവും എന്നുള്ളൊരു ഐഡിയ മാത്രമേ വേണ്ടൂ. അല്ലാണ്ട് ഇത്ര തന്നെ കൊടുക്കണം എന്നുള്ളത് ഒരു നിർബന്ധമല്ല. ഇപ്പം നിങ്ങൾ കൊടുത്തില്ല, ഇപ്പം നിങ്ങൾ 70 കൊടുത്തു, 70 ശരിയാണെങ്കിൽ നിങ്ങളാണ് ഈ 70 ഈ 3 റേഞ്ചിൽ ഇല്ലാത്തൊരു കാര്യമാണ് അല്ലേ. ജനറൽ കാറ്റഗറി ആയിക്കോട്ടെ, OBC കാറ്റഗറി ആയിക്കോട്ടെ, ഈ 2 കാറ്റഗറിയിൽ ഇവർ 70 അറ്റംപ്റ്റ് കൊടുത്തു. 70 അറ്റംപ്റ്റ് കൊടുത്തിട്ട് അയ്യോ ഞാൻ 77 കൊടുത്തില്ലല്ലോ എന്നുള്ളത്. 70 ശരിയാണെങ്കിൽ നിങ്ങൾ ഇന്നാണ്, മനസ്സിലായില്ലേ പറഞ്ഞു. അപ്പോൾ 82 അറ്റംപ്റ്റ് കൊടുത്തിട്ട് 10 തെറ്റിക്കഴിഞ്ഞാൽ പോയില്ലേ. പക്ഷേ 70 കൊടുത്തിട്ട് 70 ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 70 മാർക്കാണ് അവിടെ. അപ്പോൾ ആക്യുറസി ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ആക്യുറസിയാണ് മെയിനായിട്ട് നോക്കേണ്ടത്, അറ്റംപ്റ്റ്സ് അല്ല. ഇപ്പം ഞാൻ IBPS POൻ്റെ കാര്യം പറയാൻ പറ്റും. IBPS POയിൽ കുറേ പേർക്ക് കിട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 66 71 അറ്റംപ്റ്റ്സ് ഒക്കെ കൊടുത്തിട്ട് IBPS PO അറ്റംപ്റ്റ് ചെയ്തില്ല, ക്ലിയർ ആയില്ല. അതേപോലെ 70 കഴിഞ്ഞ വർഷം വരെ 2 മെയിൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. IBPS POൻ്റെ തന്നെ മെയിൻസ് എഴുതിയവർ ഇപ്രാവശ്യം പ്രിലിംസ് പാസ്സായില്ല എന്നുള്ളതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താ, അറ്റംപ്റ്റ്സ് ഉണ്ട് പക്ഷേ ആക്യുറസി കുറവായിരിക്കും. ഇപ്പം ഞാൻ 55 അറ്റംപ്റ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 55 അറ്റംപ്റ്റ്സിൽ എന്നെക്കാളും അറ്റംപ്റ്റ്സ് കൊടുത്തവരുണ്ട്, അവരൊന്നും പാസ്സായിട്ടില്ല. പക്ഷേ 55 അറ്റംപ്റ്റ്സ് കൊടുത്തവർ, ഞാൻ 55 അറ്റംപ്റ്റ്സ് അറിയുന്നത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എനിക്ക് ആക്യുറസി ഉണ്ടെന്ന് ഉറപ്പാണ്. സോ ഞാൻ ഇന്നായി, ഞാൻ പാസ്സായി. കാരണം ഞാൻ കറക്കി കുത്തിയിട്ടില്ല ഇതിൽ. 55 ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ 1 2 തെറ്റിയാലേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ അറിയുന്നത് മാത്രമേ ചെയ്യൂ. കാരണം എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ പോയി എഴുതിയതാണ്. പക്ഷേ ഞാൻ ഈ 55 എഴുതി, അത് ശരിയായിപ്പോയി, ഞാൻ കറക്കി കുത്താൻ പോയില്ല. അപ്പോൾ അതേപോലെ ഇപ്പോൾ IBPS ക്ലർക്കിനും ഞാൻ മോക്ക് ടെസ്റ്റ് എഴുതുമ്പം എനിക്ക് ഇത്രയും എനിക്ക് 70 എബോ അറ്റംപ്റ്റ്സ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ ആക്യുറസി 90 to 95 to 96 ആക്യുറസി എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അപ്പോഴും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു 81 കട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ പാസ്സാവുമോ എന്നുള്ളത്. അതിപ്പം നാളെയും ഞാൻ ഇത് പോയിട്ട് ഒരു 70 അറ്റംപ്റ്റ്സ് ഒക്കെ കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാക്സിമം ആക്യുറസിയിൽ, അതായത് ഞാൻ തെറ്റ് വരത്തില്ല, അതായത് ഞാൻ കറക്കി കുത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ നാളെ പോകാൻ വേണ്ടി പോകുന്നത്. കാരണം കറക്കി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് ഉറപ്പായിട്ടും കറക്കി കുത്തേണ്ട ആവശ്യമില്ലല്ലോ.
അത്ര അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ഉറപ്പില്ല. ഇപ്പോൾ 50 എണ്ണമൊക്കെയാണ് അറ്റംപ്റ്റ് ചെയ്തിട്ട് കറക്കി കുത്തുന്നെങ്കിൽ കുഴപ്പമില്ല. കാരണം 50 എണ്ണത്തെ കൊണ്ട് ഇവിടെ എത്തില്ല എന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, 50 കട്ട് ഓഫ് വരില്ല എന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്കി കുത്താം, നിങ്ങൾക്ക് ഓക്കെ. പക്ഷെ ആ സമയത്ത് അതൊന്നും ചിന്തിക്കേണ്ട സമയം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എക്സാമിൻ്റെ സമയത്ത് നമ്മൾ മാക്സിമം നമ്മുടെ 100% കൊടുക്കാൻ വേണ്ടി നോക്കും. ഇങ്ങനെയൊന്നും ചിന്തിക്കാനുള്ളൊരു സമയമൊന്നും എക്സാമിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടില്ല. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ അറ്റംപ്റ്റ് കൂട്ടാം, നിങ്ങൾ മാക്സിമം ആക്യുറേറ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളെ എക്സാം ഉള്ളവർക്ക് ഓൾ ദി ബെസ്റ്റ്. ഇനി എപ്പോഴാണ്, എനിക്ക് വേറെ ഡേറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നാളെ എക്സാം ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക, ഏത് ഷിഫ്റ്റാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നന്നായിട്ട് എഴുതുക, ഒരു ടെൻഷനും ഇല്ലാണ്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് 100% ആക്യുറസിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.